എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERT സഞ്ജയൻ എന്ന ബുക്കിലെ ഗദ്യഖണ്ഡിലെ ലാസ്റ്റ് ചാപ്റ്ററായ ശുക്രതാരയ്ക്ക് സമാനാണ്. ഇത് എഴുതിയിരിക്കുന്നത് സ്വാമി ആനന്ദാണ്. എന്താണ് ശുക്രതാര? താര എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രം. ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും ശുക്രൻ തന്നെയാണ് പറയുന്നത്. ശുക്രൻ നക്ഷത്രങ്ങളുടെ ശുക്രതാരയ്ക്ക് സമാനം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളിൽ എന്താണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാറാണ് എന്ത്? ശുക്രൻ. അപ്പോൾ ആ ശുക്രൻ്റെ പോലെ ഉള്ള വ്യക്തി, ആ ശുക്രൻ്റെ പോലെയുള്ളൊരു വ്യക്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാരാണ്? സ്വാമി ആനന്ദ്. സ്വാമി ആനന്ദല്ല, മഹാദേവ് ഭായ് ദേശായി. മഹാദേവ് ഭായ് ദേശായിയാണ് ആര്? ഈ ശുക്രതാരയ്ക്ക് സമാനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സ്വാമി ആനന്ദാണ്. അദ്ദേഹം ഗുജറാത്ത് ഭാഷയിലാണ് ഇത് എഴുതിയത്. അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കാശിനാഥ് ത്രിവേദിയാണ്. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ്, ഏറ്റവും ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള സ്റ്റാർ, ഏറ്റവും പ്രകാശമായിട്ടുള്ള സ്റ്റാർ, ഏറ്റവും പ്രകാശം കൂടിയ സ്റ്റാറാണ് എന്ത്? ശുക്രൻ. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആരെന്നാണ് പറയുന്നത്? മഹാദേവ് ഭായ് ദേശായി. അതായത് ഈ ശുക്രൻ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ആകാശത്ത് കാണാൻ കഴിയുള്ളൂ. അതൊരു വീനസിനെ പോലെയാണ്. അതേപോലെ തന്നെയാണ് ആര്? മഹാദേവ് ഭായ് ദേശായി എന്ന വ്യക്തി അതേപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൂടെ എന്തിനും ഏതിനും മഹാത്മാഗാന്ധിയുടെ വിശ്വസ്തനായ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹം. സന്തത സഹചാരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിനെയാണ് ഈ വീനസിനോട്, ഈ ശുക്രനോട് ഉപമിച്ചിരിക്കുന്നത്. കുറച്ച് സമയത്തേക്കാണെങ്കിലും അത്രയ്ക്കധികം പവർഫുള്ളായിട്ട് തിളങ്ങി നിന്നൊരു വ്യക്തിയായിരുന്നു ആര്? ഈ മഹാദേവ് ഭായ് ദേശായി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്വാമി ആനന്ദ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആകാശ് കി താരോ മേ ശുക്ര കി കോയി ജോഡ് നഹി. ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളിൽ, അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ശുക്രനോട് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ശുക്ര ചന്ദ്ര കാ സാത്തി മാനാ ഗയാ ഹെ. ശുക്രൻ എന്താണ്? ചന്ദ്രൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് വിശേഷിക്കപ്പെടുന്നത്. उसकी आभा प्रभा का वर्णन करने में संसार के कवि थके नहीं. ശുക്ര, അതിൻ്റെ ആഭാപ്രഭ എന്ന് പറഞ്ഞാൽ തിളക്കം, ചമക്ന, പ്രകാശം. അതിനെ വർണ്ണിച്ച് കവികൾ ഒരിക്കലും ക്ഷീണിച്ചു പോകില്ലെന്നാണ് പറയുന്നത്. फिर भी नक्षत्र मंडल में कल की रूप इस तेजस्वी तारे को दुनिया या तो एन शाम के समय बड़े सवेरे घंटे 2 घंटे से अधिक देख नहीं पाती. എന്നിരുന്നാൽ പോലും എന്താണ്? ഫിർ ഭി നക്ഷത്ര മണ്ഡൽമേ, എന്നിരുന്നാൽ പോലും ഈ നക്ഷത്ര മണ്ഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നക്ഷത്ര കൂട്ടം, താരവും കാ സമൂഹം. കൽക്കി എന്ന് പറയുന്നത് എന്താണ്? മയിലിൻ്റെ തലയിൽ കാണുന്ന ആ മുകുടം പോലെയുള്ള കിരീടത്തെയാണ് കൽക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തേജസ് ആയിട്ടുള്ള നക്ഷത്രത്തിൻ്റെ ഈ നക്ഷത്രം എന്താണ്? ലോകത്തിൽ ഏൻ ശാംക്ക് സമയം എന്ന് പറഞ്ഞാൽ കൃത്യം വൈകുന്നേര സമയത്ത്, അതുപോലെ തന്നെ അതിരാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, അതിൽ കൂടുതൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെ 1-2 മണിക്കൂർ ഇതിനെ നമുക്ക് ആകാശത്ത് കാണാൻ കഴിയുന്നുള്ളതാണ് പറയുന്നത്. നക്ഷത്ര മണ്ഡൽ മേ കൽക്കി രൂപ് ഇസ് തേജസ്വി താരേക്കോ. അതായത് മയിലിൻ്റെ ആ
തലയിലിരിക്കുന്ന ആ മകുടം, അതായത് കിരീടം പോലെ കാണുന്നത് പോലെയാണ് ആര്? ഈ നക്ഷത്രവും. അതായത് ഏൻ ഷാം കി സമയം എന്ന് പറഞ്ഞാൽ കൃത്യം വൈകുന്നേരത്തെ സമയം, അല്ലെങ്കിൽ എപ്പോഴാണ്? ബഡേ സവേരെ ഗണ്ടേ ദോ ഗണ്ടേസെ, ഏർലി മോർണിംഗിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ. അധിക് ദേഖ് നഹി പാക്തെ, അതിൽ കൂടുതൽ നമുക്ക് ആകാശത്ത് ഇതിനെ കാണാൻ പറ്റില്ല എന്ന്. इसी तरह भाई महादेव जी आधुनिक भारत की स्वतंत्रता के उषा काल में अपनी वैसी ही आभा से हमारे आकाश को जगमगाकर देश और दुनिया को मुक्त करके ശുക്രതാരെ की तरह ही अचानक अस्त हो गए. അതുപോലെ തന്നെയാണ് ആര്? മഹാദേവി ജി. ഈ മഹാദേവ് ആധുനിക് ഭാരത് കി സ്വതന്ത്രത കെ ഉഷാകാൽ മേ, നമ്മുടെ ഭാരതത്തിന് പ്രകാശം പരത്തിക്കൊണ്ട് ദേശത്തിനെയും ദേശത്തിനെയൊക്കെ മോഹിപ്പിച്ചുകൊണ്ട് ആ താരത്തെ പോലെ തന്നെ പെട്ടെന്ന് അസ്തമിച്ചു പോയി എന്നാണ് പറയുന്നത്. ആകാശ് കോ ജമാക്കർ ദേശ് ഓർ ദുനിയാ കോ മുക്ത് കർക്കെ, നമ്മുടെ ദേശത്തെയും ലോകത്തെയും എല്ലാം മുക്തനാക്കിക്കൊണ്ട് ശുക്രതാരേക്ക് തര, ആ ശുക്രനെ പോലെ തന്നെ അചാനക് അസ്ത ഹോകെ, പെട്ടെന്ന് അസ്തമിച്ചു പോയി, അതായത് മരിച്ചു പോയി എന്നർത്ഥം. നന്നായി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അസ്തമിച്ചു പോയി എന്നാണ് പറയുന്നത്. സേവാധർമ്മ കാ പാലൻ കർണേ കെ ലിയെ ഉസ് ധർത്തി പർ ജന്മേ സ്വർഗീയ മഹാദേവ് ദേശായി ഗാന്ധിജി കെ മന്ത്രി ദേ. അപ്പോൾ സേവാധർമ്മ കാ പാലൻ കർണേ കെ ലിയെ, സേവാധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ്, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സേവാധർമ്മ കാ പാലൻ കർണേ കെ ലിയെ, അതായത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് ഇസ് ധർത്തി പർ, ഈ ഭൂമിയിൽ ജന്മേ സ്വർഗീയ മഹാദേവ്, ഈ ഭൂമിയിൽ ജനിക്കുകയും പിന്നെ മരിക്കുകയും ചെയ്ത മഹാദേവ് ദേശായി ഗാന്ധിജി കെ മന്ത്രി ദേ, ഗാന്ധിജിയുടെ മന്ത്രിയായിരുന്നു. മിത്രോं के बीच विनोद में अपने को गांधी का हम्माल कहने में और, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തമാശയായിട്ട് തന്നെ ഗാന്ധിജിയുടെ ഹമ്മാൽ എന്ന് പറഞ്ഞാൽ കൂലി എന്ന് പറയും, ഭാരം ചുമക്കുന്നവരെയല്ല കൂലി എന്ന് പറയുന്നത്. അപ്പോൾ തമാശയായിട്ട് അതായത് ബിസ്തി എന്ന് പറഞ്ഞാൽ ഈ തോലിൻ്റെ സഞ്ചിനൊക്കെയാണ്, പണ്ടൊക്കെ വെള്ളം നിറക്കുന്ന തോലിൻ്റെ സഞ്ചി ഉണ്ടാവും, അതിനെയാണ് ബിസ്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗർ എന്ന് പറഞ്ഞാൽ കഴുത, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ബിസ്തി ഗർ കെ രൂപമേ ദേനമേ വേ ഗൗരവ് കാ അനുഭവ് കിയാ കർത്തേ थे. അപ്പോൾ അദ്ദേഹം സ്വയം അങ്ങനെ പരിചയപ്പെടുത്തിയത് വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് സ്വയം. അദ്ദേഹം ഗാന്ധിജിക്ക് അദ്ദേഹത്തെ പുത്രനേക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. जब सन 1917 में वे गांधी जी के पास पहुँचते, 1917 അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്തെത്തിയ സമയത്ത് तभी गांधी जी ने उनको तत्काल पहचान लिया और उनको अपने उत्तराधिकारी का पद सौंप दिया. അപ്പോൾ 1917 അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ തൽക്കാൽ പഹചാൻ ലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ആബ്സെൻസിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തു. ഉത്തരാധികാരി, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അധികാരം സോമ്പ് ദിയാന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു. सन 1919 में जालियनवाला बाग के हत्याकांड के दिनों में पंजाब जाते हुए 1919 ജാലിയൻവാല ബാഗ് ഹത്യാകാണ്ഡ്, അതായത് ജാലിയൻവാല ബാഗ് നടക്കുന്ന സമയത്ത് പഞ്ചാബ് ജാത്തെ ഹുയെ ഗാന്ധിജിക്കോ, പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെ പൽവൽ സ്റ്റേഷൻ പർ ഗിരഫ്താർ കിയാ ഗയാ, അതായത് പൽവൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ഗിരഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധിജിനെ ഉസി സമയം മഹാദേവ് ഭായിക്കോ, ഗാന്ധിജി എന്ത് ചെയ്തു? ആ സമയത്ത് മഹാദേവ് ഭായിക്കോ അപ്പന വാരിസ് കഹാദ, അദ്ദേഹം എന്താണ്? വാരിസ് എന്ന് പറഞ്ഞാൽ
ഉത്തരാധികാരി, അതായത് എല്ലാ കാര്യങ്ങളും ഗാന്ധിജി ഇല്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ളൊരു എല്ലാം ഏൽപ്പിച്ചു ഗാന്ധിജി. ആരെയും മഹാദേവിനെ, महादेव बाई ने। सन 1929 में महादेव बाई आसे तो हिमाचल देश के चारों कोनों में समूचे देश के दुलारे बन चुके थे। ആയിരത്തി 1929 മഹാദേവ് ബായി എന്താണ് ആസേതു ഹിമാചൽ എന്ന് പറഞ്ഞാൽ എന്താണ് രാമേശ്വരം തൊട്ട് രാമേശ്വരം സൗത്ത്, ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാചൽ വരെയും നോർത്ത്, ആ രാമേശ്വരം തൊട്ട് ഹിമാചൽ വരെയുള്ള ഭാഗത്തിൻ്റെ അത്രയും ദൂരം അവിടെ നിന്ന് അത്രയും വരെയും ആസേതു ഹിമാചൽ ദേശ് കെ ചാരോ കോനേമേ, ദേശത്തിൻ്റെ 4 കോണുകളിലോ അല്ലെങ്കിൽ 4 വശങ്ങളിലോ അല്ലെങ്കിൽ 4 ദിക്കുകളിലും സമൂച്ചെ ദേശ് കെ ദുലാരെ ബൻ ചുക്കിയത്. ദുലാരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി കഴിഞ്ഞിരുന്നു എന്ന്. എവിടം തൊട്ട്? ആസേതു ഹിമാചൽ, രാമേശ്വരം തൊട്ട് ഹിമാചൽ വരെയുള്ള ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അവിടം വരെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു. 1917 ഗാന്ധിജിയുടെ അടുത്ത് വന്നത്. 1929 ആയപ്പോഴേക്കും അദ്ദേഹം എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവനായി മാറി. ഇസി ബീച്ച് പഞ്ചാബ് മേ ഫൗജി ശാസൻ കെ കാരൻ ജോ കഹർ ബർസായ ഗയാത. ഇതിൻ്റെ ഇടയിൽ പഞ്ചാബിൽ ഫൗജി ശാസൻ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഭരണം, സൈനിക ഭരണം, അതിൻ്റെ കാരണത്താൽ കഹർ ബസായ എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുക, കഹർ ബർസായ ഗയാത, സൈനിക ഭരണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നാശം വിതച്ചപ്പോൾ ഉസ്ക ബ്യോര റോസ് ആനയിലക. ബ്യോര എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസുകൾ ഡെയിലി വരാൻ തുടങ്ങി. പഞ്ചാബ് കെ അധികതർ നേതാവോങ്കോ ഗിരഫ്താർ കർക്കെ, പഞ്ചാബിലെ അധികവും നേതാക്കന്മാരെയെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഫൗജി കാനൂൻ അതായത് സൈനിക നേതാക്കന്മാർ സൈനികർ തഹദ് ജന്മ കൈദിക്ക് സജായം തേക്കർ. തഹദ് ജന്മം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം ശിക്ഷ കൊടുക്കുക. സജായൻ തേക്കർ കാലാപാനി ബേച്ച് ദിയാത. അതായത് കാലാപാനി നമ്മൾ ഫിലിം കണ്ടിട്ടുണ്ട്, കാലാപാനി എന്ന് പറഞ്ഞാൽ ആ കാലാപാനിയിലേക്ക് അയച്ചിരുന്നു എന്ന്. ലാഹോറിലുള്ള മുഖ്യ രാഷ്ട്രീയ അംഗ്രേസി ദൈനിക് പത്ര, ലാഹോറിലെ പ്രമുഖ രാഷ്ട്രീയ ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ആ ന്യൂസ് പേപ്പറിൻ്റെ ട്രിബ്യൂണിൻ്റെ സമ്പാദകൻ എന്ന് പറഞ്ഞാൽ എഡിറ്ററായ ശ്രീ കാലിനാഥ് റായിനെ 10 साल की जेल की सजा मिली. 10 वर्षത്തെ जेल शिक्षा കിട്ടി. गांधी के सामने जुल्मों और अत्याचारों की कहानियाँ पेश करने के लिए आने वाले पीड़ितों के दल गामदेवी के मणिभवन पर उमड़ते रहते थे. അപ്പോൾ ഗാന്ധിജി के सामने जुल्मों और अत्याचारों की कहानियाँ, ജുൽമോ എന്ന് പറഞ്ഞാൽ അനീതി അല്ലെങ്കിൽ അന്യായം എന്നൊക്കെ പറയാം. അപ്പോൾ ഗാന്ധിജിയുടെ മുന്നിൽ ഈ അന്യായങ്ങൾക്കെതിരെയും അത്യാചാരങ്ങൾ, ആക്രമണങ്ങൾക്കെതിരെയുമുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ, കഥകൾ പറയാൻ, പേശ് കർണേക്കേലി എന്ന് പറഞ്ഞാൽ കഥകൾ പറയാൻ നടന്ന സംഭവങ്ങൾ പറയാൻ ഗാന്ധിജിയുടെ അടുത്ത ആൾക്കാർ വരുന്ന സമയത്ത് ആനേവാലെ പീഡിതോക്കെ ദൽ, ഈ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ച ആ ഗ്രൂപ്പിലെ ആൾക്കാർ ഗാമദേവിക്ക് മണിഭവൻ പർ, ഗാമദേവി എന്ന് പറഞ്ഞ ഒരു ടെമ്പിളാണ് മുംബൈയിലുള്ള, ആ ടെമ്പിളിൻ്റെ കുറച്ച് ദൂരെയായിട്ട് മണിഭവൻ പർ ഉമ്മടത്തെ രഹത്തേത്, ആ മണിഭവനിലാണ് എല്ലാവരും പോയിരിക്കുന്നത് ഗാന്ധിജിയോട് സംസാരിക്കാനായിട്ട്. മഹാദേവ് ഉൻകി ബാത്തോങ്കി സംക്ഷിപ്ത ടിപ്പണിയാം തയ്യാർ കർക്കെ. അപ്പോൾ മഹാദേവി എന്ത് ചെയ്യും? സംക്ഷിപ്ത ടിപ്പണിയാം എന്ന് പറഞ്ഞാൽ
ടിപ്പണി എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ടൊരു നോട്ട് തയ്യാറാക്കുക എന്നാണ് അർത്ഥം. ഇവർ പറയുന്ന ഒരു സംക്ഷിപ്ത ടിപ്പണിയാം തയ്യാർ കർക്കെ ഉनको ഗാന്ധിജി കെ സാമനെ പേശ് കർത്തേ थे. ഇതെല്ലാം ഗാന്ധിജിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അവർ ആനെ വാലോं के साथ उनकी रूबरू മുലാഖാത്തേം ബി കർവാത്തേ थे. ഗാന്ധിജിയെ കാണാൻ വരുന്ന എന്താണ് രൂപരു എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഗാന്ധിജി मुंबई के मुख्य राष्ट्रीय अंग्रेजी दैनिक बॉम्बे कार्निवल में इन सब विषयों पर लेख लिखा करते थे. അപ്പോൾ ഗാന്ധിജി ബോംബെയിലെ മുഖ്യ രാഷ്ട്രീയ പത്രമായ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ ബോംബെ കാർണിവലിൽ ഇൻ സബ് വിഷയം പർ ഈ അത്യാചാരവും അനീതിക്കെതിരെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു ലേഖ ലിഖ കർത്തേത് എന്നുള്ള ലേഖനം എഴുതുമായിരുന്നു ആ ന്യൂസ് പേപ്പറിൽ. കാർണിവൽ മേ ജഗ കി തങ്കി ബെനി രഹത്തി തി. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. അതിൽ സ്പേസ് സ്ഥലം തന്നെ, അതായത് ഒരുപാട് ന്യൂസ് ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എഴുതാനായിട്ട് സ്ഥലമില്ലായിരുന്നു എന്നാണ്. ജഗക്ക് തങ്കി ബനി രഹത്തി എന്ന് പറഞ്ഞാൽ എഴുതാനായിട്ട് സ്ഥലമില്ലായിരുന്നു എന്ന്. കുച്ച് ദിനോമേ कार्निकल के निडर अंग्रेज संपादक हार्निमैन को सरकार ने देश निकाले की सजा देकर इंग्लैंड भेज दिया. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് ധൈര്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഈ ക്രാനിക്കൽക്കെ നിഡർ അംഗ്രേസ് സമ്പാദക്, ഇതിൻ്റെ നിഡർ എന്ന് പറഞ്ഞാൽ യാതൊരു പേടിയുമില്ലാതെ ധൈര്യത്തോടെ എഴുതിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ എഡിറ്ററായ ഹാർണിമെന്നെ എന്ത് ചെയ്തു, സർക്കാർ എന്ത് ചെയ്തു, ദേശ് നിക്കാലേക്ക് സസ, അതായത് രാജ്യം, നമ്മൾ പറയില്ലേ രാജ്യത്തിൽ നിന്നും പുറത്താക്കുക എന്ന് പറയും, ദേശത്തിൽ നിന്നും പുറത്താക്കി അങ്ങോട്ട് അയച്ചു. അതൊരു സസ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഉൻദിനം ബോംബെക്ക് 3 നയ നേതാതെ. ആ കാലഘട്ടത്ത് ബോംബെയിൽ 3 നേതാക്കന്മാരാണ്, പ്രമുഖരായ 3 നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ശങ്കർലാൽ ബംഗർ, ഉമ്മർ സോബാനി और ജമനാദാസ് द्वारकादास. इनमें अंतिम श्रीमती बेसड के अनुयायी थे. ആനി ബെസന്റ് അനുയായി, നമ്മൾ ആനി ബെസന്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അവരുടെ അനുയായി ആയിരുന്നു എന്ന്. ഏ നേതാ യങ് ഇന്ത്യ നാം ക ഏക് അംഗ്രേസി സപ്താഹിക് ബി നിക്കാൽത്തേ थे. ഇവരെല്ലാവരും എന്തായത് യങ് ഇന്ത്യ എന്ന പേരുള്ള ഒരു അംഗ്രേസി സപ്താഹിക് സപ്താഹി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു വീക്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പബ്ലിഷ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, अंग्रेजी साप्ताहिक भी निकालते थे. लेकिन उसमें कार्निकल वाले हार्निमन ही मुख्य रूप से लिखते थे. ആ ആഴ്ചയിൽ ഒരിക്കൽ പബ്ലിഷ് ചെയ്തിരുന്ന ആ കാർണിവലിൽ ഹാർണിമൻ ആണ് മുഖ്യ രൂപത്തിൽ കൂടുതലും എഴുതിയിരുന്നത്. ഉनको देश निकाला मिलने के बाद इन लोगों को हर हफ्ते साप्ताहिक के लिए लिखवालों की कमी रहने लगी. അപ്പം അദ്ദേഹത്തെ നാട് കടത്തിയത് കൊണ്ട് കാർണികൽക്കെ ആ നിഡർ അംഗ്രേസ് സമ്പാദക് ഹാർണിമനെ നാട് കടത്തിയത് കൊണ്ട് എന്തു പറ്റി, ഹർ ഹഫ്തെ സപ്താഹിക്കേലിയെ എല്ലാ ആഴ്ചയിലും ഇവർക്ക് ഈ ലേഖനങ്ങൾ എഴുതാൻ പറ്റാണ്ടായി, കുറവുണ്ടായി 3 നേതാക്കന്മാർക്കും. लिखने वाले की कमी रहने लगी. ये तीनों നേതാ ഗാന്ധിജിക്ക് പരം പ്രശംസക് थे. അപ്പോൾ ഈ 3 പേരും ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത പരം പ്രശംസകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത, ഗാന്ധിജിക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നർത്ഥം. അവർ ഉൻകി സത്യാഗ്രഹ ആന്തോളന്മേ ബോംബെക്ക് ബേച്ചോർ നേതാബി थे. അതുപോലെ തന്നെ സത്യാഗ്രഹം ആന്തോളനത്തിൽ വിപ്ലവത്തിൽ ബോംബെയിൽ ബേജോഡ് നേതാബി എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ ഗാന്ധിജിയുടെ പകരം, ബേജോഡ് എന്ന് പറഞ്ഞാൽ പകരം വയ്ക്കാൻ പറ്റാത്ത അത്രമായിട്ടുള്ളൊരു
നേതാക്കന്മാരും കൂടിയായിരുന്നു ഇവർ. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത്. ഇനോനെ ഗാന്ധിജി സെ വിൻതി കീക്കി, ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഗാന്ധിജിയോട് വിൻതി എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിച്ചു. യങ് ഇന്ത്യക്ക് സമ്പാദക് ബെഞ്ചായെ, യങ് ഇന്ത്യയിലെ സമ്പാദക് ബെഞ്ചായെ എന്ന് പറഞ്ഞാൽ യങ് ഇന്ത്യയിൽ എഴുതാനായിട്ട് ഗാന്ധിജീനോട്. ഗാന്ധിജിക്കോ തോ ഇസ്കി സഖ്ത് ജറൂരത് ദി, ഗാന്ധിജിക്കാണെങ്കിൽ ഇത് സഖ്ത് ജറൂരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജിക്ക് അതൊരു ആവശ്യവുമായിരുന്നു. ഉനോനെ വിൻതി തുരന്ത് സ്വീകാർ കർലി, അദ്ദേഹം എന്ത് ചെയ്തു? അതിന് സമ്മതിക്കുകയും ചെയ്തു. യങ് ഇന്ത്യയിൽ എഴുതാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഗാന്ധിജി കാ കാം ഇത്തന ബഡ് ഗയാ കി സപ്താഹിക് പത്ര ഭി കം പഠനെ ലഗ. അപ്പോൾ ഗാന്ധിജിക്ക് എന്താണ്? ഗാന്ധിജിക്ക് കാം ഇത്തന ബഡ് ഗയാക്കി, അപ്പോൾ ഗാന്ധിജിയുടെ ജോലി കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സപ്താഹിക് പത്ര ഭി കം പഠനെ ലഗ, ഈ ആഴ്ചയിൽ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കണ്ടേ. ഗാന്ധിജീനെ യങ് ഇന്ത്യക്കോ ഹഫ്തേ മേ 2 ബാർ പ്രകാശിത് കർണേക്ക നിശ്ചയിക്കുക. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ആഴ്ചയിൽ ഒഴുക്കിലിറങ്ങുന്നത് അദ്ദേഹം യങ് ഇന്ത്യ ഹഫ്തേ മേ ആഴ്ചയിൽ 2 പ്രാവശ്യം ആക്കിയത് മാറ്റി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇറങ്ങുന്ന രീതിയിലാക്കി മാറ്റി. ഹർ റോസ് കാ പത്ര വ്യവഹാർ അവർ മുലാഖാത്തെ, അപ്പോൾ എല്ലാ ദിവസവും എന്താണ്? എല്ലാ ദിവസവും പത്രവ്യവഹാർ, ഈ പത്രങ്ങളുടേതായ പ്രവർത്തനങ്ങളും അവർ മുലാഖാത്തെ, അതായത് മീറ്റിങ്സുകൾ, ആം സഭയും, പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നതിൻ്റെ സഭകൾ, ആദി കാമോം കെ അലാവ, ഇതെല്ലാം കൂടാതെ യങ് ഇന്ത്യ സപ്താഹിക് മേ ചാപ്നേക്ക ലേഖക്, ഈ യങ് ഇന്ത്യയിൽ ചാപ്നേക്ക ലേഖനങ്ങൾ എഴുതുക, ടിപ്പണിയാം, പിന്നെ പഞ്ചാബ് കെ മാമലോങ്ക സാര സംക്ഷേപ് और गांधी के लेख, यह सारी सामग्री हम 3 दिन में तैयार करते थे. അപ്പോൾ ടിപ്പണി എന്ന് പറഞ്ഞാൽ കമൻസ്, പിന്നെന്താണ് പഞ്ചാബിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഇതെല്ലാം 3 ദിവസം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കേണ്ടതായിട്ട് വന്നു. തീരെ സമയമില്ലാണ്ടായി. ആഴ്ചയിൽ 2 ദിവസം 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട്. हर रोज का पत्र व्यवहार और मुलाकातें, आम सभाएं आदि कामों के अलावा यंग इंडिया सप्ताहिक में छापने के लेख, टिप्पणियाँ, पंजाब के मामलों का सार संक्षेप और गांधी जी के लेख, അതുകൂടാണ്ട് ഗാന്ധിജിയുടെ ലേഖനങ്ങളും, യഹ് സാരി സാമഗ്രി ഹം 3 दिन में तैयार करते थे. ഇവരെല്ലാം 3 ദിവസം കൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കിയിരുന്നത്. യങ് इंडिया के पीछे पीछे नवजीवन भी गांधी जी के पास आया. യങ് ഇന്ത്യ തുടങ്ങിയതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് നവജീവൻ ബി ഗാന്ധിജിക്ക് പാസ്സായ, നവജീവൻ എന്ന പുതിയൊരു ന്യൂസ് പേപ്പറിൻ്റെ വർക്കും കൂടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വന്നു. അവർ ദോനോ സപ്താഹിക് അഹമ്മദാബാദ് സെ നിക്കാലിനെ ലേഖെ, ഈ 2 എന്താണ് പത്രങ്ങൾ അഹമ്മദാബാദിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. 6 മഹീനോ കെ ലിയെ മേ ബി സബർമതി ആശ്രമേ രഹനെ പൗഞ്ച, 6 മാസത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാനും സബർമതി ആശ്രമത്തിലേക്ക് വന്നു. ഞാനെന്ന് പറഞ്ഞാൽ മഹാദേവി, സബർമതി ആശ്രമത്തിലാണല്ലോ ഗാന്ധിജി താമസിക്കുന്നത്. അപ്പോൾ 6 മാസം താമസിക്കാൻ വേണ്ടി ഞാനും സബർമതി ആശ്രമത്തിലേക്ക് വന്നു. ഞാനെന്ന് പറഞ്ഞാൽ സ്വാമിയാനന്ദ്. शुरू में ग्राहकों के हिसाब किताब की और साप्ताहिकों के टाक में डलने वाले की व्यवस्था मेरे जिम्मे रही. അപ്പോൾ തുടക്കത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി? ഗ്രാഹകോങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ഹിസാബ്, കണക്ക് നോക്കുന്ന ചുമതലയായിരുന്നു അദ്ദേഹത്തിന് തുടക്കത്തിലുണ്ടായിരുന്നത്. അതുകൂടാണ്ട് എന്താണ്? സപ്താഹികോങ്കെ ടാക്കുമേ ഡൽനെ വാലേക്ക് വ്യവസ്ഥ മേരെ, അതന്നെ
സപ്താഹിക എന്ന് പറഞ്ഞാൽ വീക്കിലികൾ പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. लेकिन कुछ ही दिनों के बाद संपादन सहित दोनों साप्ताहिकों की और छापाखाने की सारी വ്യവസ്ഥ मेरे जिनमें आ गई. പക്ഷേ ക്രമേണ എന്ത് ചെയ്തു, ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്ന കാര്യം തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമ്പാദൻ പബ്ലിഷ് ചെയ്യുന്ന കാര്യം തൊട്ട് പിന്നെ എന്താണ് മറ്റു 2 വീക്കിലികൾ മാത്രമല്ല ചാപ്ഖാന എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിംഗ് പ്രസ്, അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആരുടെ ഉത്തരവാദിത്തമായി മാറി? ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി. ഗാന്ധിജി और महादेव का सारा समय देश भ्रमण में बीतने लगा. ഗാന്ധിജി और महादेव का सारा समय, ഗാന്ധിജിയുടെയും ഈ മഹാദേവിൻ്റെയും മുഴുവൻ സമയം എവിടെയായിരുന്നു? ദേശ് ഭ്രമൺ മേ ബീത്നെ ലഗ, ദേശം മുഴുവനും ചുറ്റിക്കറങ്ങുന്നതിലായിട്ടായിരുന്നു ശ്രദ്ധ. ये जहाँ भी होते वहाँ से कामों और कार्यक्रमों की भारी भीड़, ഇവരെവിടെയാണോ യാത്ര ചെയ്യുന്നത് അവിടെയുള്ള കാര്യങ്ങളും അവിടെയുള്ള ജോലികളും ഭാരി ഭീഡയ്ക്ക് ബീച്ച് പി, അവിടെയുള്ള അത്തരം ജോലികളുടെയും ആ വർക്കുകളുടെയും ഇടയിൽ തന്നെ നിക്കാൽക്കർ ലേഖ ലിഖ്തെ അവർ ബേച്ച്തെ, അവരവിടെ നിന്ന് തന്നെ ആ സമയം കണ്ടെത്തി ലേഖനങ്ങൾ എഴുതും, അതുപോലെ തന്നെ അയച്ചും കൊടുക്കും. സബ് പ്രാന്തോं के उग्र और उदार देशभक्त क्रांतिकारी और देश विदेश के दुरंतर लोग, അപ്പോൾ പല ദേശങ്ങളിലും സബ് പ്രാന്തോं के ഉഗ്ര അവർ ഉദാർ ദേശഭക്ത്, പല ദേശങ്ങളിലുമുള്ള ഉദാരമായ അതുപോലെ തന്നെ ദേശഭക്തന്മാർ, ക്രാന്തികാരി അവർ ദേശവിദേശക്ക് ദുരന്തർ, ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികൾ, ദുരന്തർ എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് നല്ല ഗുണങ്ങളുള്ള വ്യക്തികൾ, അതാണ് ദുരന്തർ എന്ന് പറയുന്നത്. സംവാദത എഡിറ്റേഴ്സ് ആദി ഗാന്ധിജിക്കോ പത്ര ലിഖ്തെ, എല്ലാവരും എന്ത് ചെയ്യും? സംവാദത എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ, ഇവരെല്ലാം ഗാന്ധിജിക്ക് ലെറ്റർ എഴുതും. പത്ര ലിഖ്തെ അവർ ഗാന്ധിജി യങ് ഇന്ത്യ കെ കോളം മേ ഉൻകി ചർച്ച കിയ കർത്തെ, ഗാന്ധിജി എന്ത് ചെയ്യും? യങ് ഇന്ത്യയിലെ ഒരു കോളത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മഹാദേവ് ഗാന്ധിജിക്ക് യാത്രാവോं के और प्रतिदिन की उनकी गतिविधियों के साप्ताहिक विवरण भेजा करते, ഗാന്ധിജി എന്ത് ചെയ്യും? ഗാന്ധിജിക്ക് യാത്രാവോं के और प्रतिदिन की, മഹാദേവ് ഗാന്ധിജിയുടെ യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രതിദിൻ കി ഉൻകി ഗതിവിധിയോ, ഡെയിലി അദ്ദേഹത്തിൻ്റെ ആ യാത്രാ വിവരണങ്ങൾ, ഡെയിലി ആക്ടിവിറ്റീസ്, ഇതെല്ലാം സപ്താഹിക് വിവരണമേ ഭേജാ കർത്തയത്, ആഴ്ചയിൽ ഒരിക്കൽ വിവരിച്ച് എഴുതി അയക്കുമായിരുന്നു. इसके अलावा महादेव देश विदेश के अग्रगण्य समाचार पत्र जो आंखों में तेल डालकर गांधी की प्रतिदिन की गतिविधियों को देखा करते थे. അപ്പോൾ ഇത് കൂടാണ്ട് इसके अलावा महादेव देश विदेश के अग्रगण्य समाचार पत्र, അപ്പോൾ ഇതെല്ലാം കൂടാണ്ട് എന്താണ്? മഹാദേവ് ദേശത്തിൻ്റെയും വിദേശത്തിൻ്റെയും വളരെ പ്രമുഖമായ അല്ലെങ്കിൽ പോപ്പുലറായ ന്യൂസ് പേപ്പർ ആക്കോമേ തേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന് അറിയില്ലേ? അപ്പോൾ ഗാന്ധിജി എഴുതുന്നത് ആക്കോമേ തേൽഡ് ആൾക്കാർ, ഗാന്ധിജിക്ക് ആൾക്കാരെന്ത് ചെയ്യും? കണ്ണിൽ എണ്ണ ഒഴിച്ച് ഗാന്ധിജിയുടെ പ്രതിദിനക്ക് ഗതിവിധിയോക്കോ, ഇത് ഡെയിലി ആക്ടിവിറ്റീസുകൾ വായിക്കാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. അവർ ഉൻപർ ബരാബർ ടീക്ക ടിപ്പണി കർത്തേ രഹത്തേതെ, എന്നിട്ട് എന്ത് ചെയ്യും? ടീക്ക ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് മറുപടി കൊടുക്കുക. അതിന് ടീക്ക ടിപ്പണി അതിന് കറക്റ്റായിട്ട് മറുപടിയും കൊടുത്തിരുന്നു. ഉൻകോ
आड़े हाथों लेने वाले लेख भी समय समय पर लिखा करते थे. ആടെ ഹാത്തോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മറുപടി, അവരയക്കുന്നതിന് ചോദ്യങ്ങൾക്ക് മറുപടിയും അദ്ദേഹം കൊടുത്തിരുന്നു. കറക്റ്റായിട്ട് തക്കതായ മറുപടിയും ഗാന്ധിജി എതിരായി സംസാരിക്കുന്നവർക്ക് തക്കതായ മറുപടിയും അദ്ദേഹം കൊടുത്തിരുന്നു. बेजोड़ कॉलम भरपूर चौकसाई ऊंचे से ऊंचे ब्रिटिश समाचार पत्रों की परंपराओं को अपनाकर चलने का गांधी जी का आग्रह और कट्टर से कट्टर विरोधियों के साथ भी पूरी सत्यनिष्ठा में से उत्पन्न होने वाली विनय विवेक युक्त विवाद करने की गांधी जी की तालीम, इन सब गुणों ने तीव्र मतभेदों और विरोधी प्रचार के बीच भी देश विदेश के सारे समाचार पत्रों की दुनिया में और एंग्लो इंडियन समाचार पत्रों के बीच भी व्यक्तिगत रूप से एमटी को सबका लाडला बना दिया था. അതായത് എന്താ പറയുന്നത്, വലിയ വലിയ ബ്രിട്ടീഷ് സമാജാർ ന്യൂസ് പേപ്പറുകളുടെ ഇടയിൽ ഗാന്ധിജിയുടെ ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഗാന്ധിജിയുടെ ആഗ്രഹം, അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ വിനയത്തോടും അതുപോലെ തന്നെ വിവേകപരമായ പെരുമാറ്റം, ഇതെല്ലാം കൊണ്ട്, അതായത് ബർബൂർ പേജോട് കോളം ഭർപൂർ ചൗക്സായി നസർ രക്കൻ, അതായത് ഒരു കണ്ണ് എന്താണ് കണ്ണ് വെക്കുക എന്ന് പറയും, നല്ല ശ്രദ്ധയോടുകൂടി ഏറ്റവും ഒബ്സർവേഷൻ, അതായത് ന്യൂസ് പേപ്പറൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതും ഗാന്ധിജിയുടെ ആഗ്രഹം എങ്ങനെയായിരുന്നു അതെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ അദ്ദേഹത്തിന് ആർക്ക് പറ്റി, മഹാദേവിക്ക് പറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. സത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, നല്ല വിനയത്തോടുകൂടിയും വിവേകത്തോടുകൂടിയും പെരുമാറുക, പ്രകോപനപരമായ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെ എം ടിക്കോ സബ്കാ ലാഡ്ല ബനാ ദിയ എന്ന് പറഞ്ഞാൽ എം ടി എന്ന് പറയുന്നത് ആരാണ്? മഹാദേവനെയാണ് എം ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആ ഡിസിപ്ലിൻ, സത്യനിഷ്ഠ, ഇതെല്ലാം അദ്ദേഹത്തിന് എന്താണ്, ലാഡ്ല എന്ന് പറഞ്ഞാൽ സബ്കാ ലാഡ്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അംഗീകാരം അദ്ദേഹം നേടിയെടുത്തു എന്നാണ് പറയുന്നത്. गांधी के पास आने की पहले अपनी विद्यार्थी अवस्था में महादेव ने सरकार के अनुवाद विभाग में नौकरी की थी. അനുവാദ വിഭാഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം സർക്കാരിൻ്റെ ട്രാൻസ്ലേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. നർഹരി ബായി ഉൻകെ ജിഗരി ദോസ്ത് ദേ, നർഹരി ബായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും എന്താണ് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടായിരുന്നു. ദോനോ മേക് സത്ത് വക്കാലത്ത് പടേതേ, രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ വക്കീലിന് പഠിക്കുക. ദോനോനെ അഹമ്മദാബാദ് മേ വക്കാലത്ത് ബി സാത്ത് സാത്ത് ഹി ശുരു കീതി, വക്കാലത്തും അവർ രണ്ടുപേരും ഒന്നിച്ച് അഹമ്മദാബാദിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇസ് പേശേ മേ ആംതോർ പർ സിയാഹ് കോ സഫേദ് और സഫേദ് കോ സിയാഹ് കർണ ഹോത്താ ഹൈ. അപ്പോൾ ഈ ജോലിയിലെ ഈ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ എന്താണ്, കറുപ്പിനെ വെളുപ്പാക്കുക, വെളുപ്പിനെ കറുക്കുക, അതായത് തെറ്റിനെ ശരിയാക്കുക, ശരിയെ തെറ്റാക്കുക, അതാണല്ലോ വക്കാലത്ത് എന്ന് പറയുന്നത്. സാഹിത്യ ഓർ സംസ്കാർ കെ സാത്ത് ഇസ്കാ കോയി സംബന്ധ നഹി രഹത്ത, സാഹിത്യത്തിലും സംസ്കാരത്തിലൊന്നും ഇതിൽ ഈ ജോലിയുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ഇൻ ദോനോനെ തോ ഉസി സമയ സെ ടാഗോർ ശരത് ചന്ദ്ര ആദി കെ സാഹിത്യക്കോ പുലട്ടന ശുരു കർ ദിയ. ഇവരെന്താണ് ആ സമയത്ത് ടാഗോറിൻ്റെയും പിന്നെ ആരാണ് ശരത്ചന്ദ്ര, ഇവരുടെ സാഹിത്യങ്ങളെയൊക്കെ അരിച്ചു കുടിച്ച് പഠിച്ചു എന്നൊക്കെ പറയില്ലേ, അരച്ച് കലക്കി പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് അവർ ആ സാഹിത്യത്തിനും ഇതിനെക്കുറിച്ചൊന്നും വായിക്കാനും പിടിക്കാനുള്ള സമയമൊന്നും ആ അവസ്ഥയിൽ ഉണ്ടായില്ലെങ്കിൽ പോലും ഇവരിതെല്ലാം സമയം കണ്ടെത്തി അതെല്ലാം വായിച്ചു മനസ്സിലാക്കി എന്നാണ് പറയുന്നത്.
चित्रग चित्रगदा कच्छ देवयानी की कथा पर टैगोर द्वारा रचित विदाई का अभिशाप शीर्षक नाटिका शरद बाबू की कहानियाँ मादी अनुवाद उस समय की उनकी साहित्यिक ഗതിവിധിയും की देन है. അപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു? ഇവരുടെ എല്ലാം ഒരു ചിത്രകഥ, കച്ച് ദേവയാനി ക കഥ, പിന്നെ എന്താണ് ടാഗോർ ദ്വാര രചിത് വിദായി ക അഭിഷാബ് ശീർഷക് നാടക് ശരത് ബാബു കി കഹാനിയ, ഇതെല്ലാം ഒരു എന്ത് അനുവാദ്, ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് സാഹിത്യ ഗതിവിധിയൊക്കെ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ആ സാഹിത്യത്തിൽ അവർക്കുണ്ടായ കഴിവുകളാണ് പ്രകടിപ്പിച്ചത്. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്. भारत में अनेक अक्षरों का कोई सानी नहीं था. അനേക അക്ഷരം കാ കൊയ് സാനി നഹീത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതത്തിൽ എന്താണ് സാനി എന്ന് പറഞ്ഞാൽ മഹാദേവന് തുല്യരായിട്ട് എഴുതാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സാനി അക്ഷരം കാ കൊയ് സാനി നഹീത, അക്ഷരങ്ങളിൽ ഏറ്റവും ആർക്കും തുലനം ചെയ്യാവുന്നത്ര കഴിവ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്രയ്ക്ക് നല്ല നീറ്റായിരുന്നു എന്ന്. वाइसरॉय के नाम जाने वाले गांधी जी के पत्र हमेशा महादेव की लिखावट में जाते थे. അപ്പോൾ വൈസ്രോയുടെ പേരിൽ പോകുന്ന ഗാന്ധിജിയുടെ ലെറ്റർ മിക്കവാറും ആരായിരിക്കും എഴുതിയിരിക്കുന്നത്? മഹാദേവിയുടെ ഹാൻഡ് റൈറ്റിംഗിലായിരിക്കും. ഉൻ പത്രോं को देख देख कर दिल्ली और शिमला में बैठे वाइसरॉय लंबी उसास लेते. ആ ലെറ്ററുകൾ ഇങ്ങനെ കണ്ട് ഷിംലയിൽ ഇരിക്കുന്ന വൈസ്രോയി ലംബി സാസ്, ഒരു ദീർഘശ്വാസം ഇങ്ങനെ വിടും. ബലേഹീൻ ദിനം ബ്രിട്ടീഷ് സൽത്തനത്ത് പർ കഹി സൂരജ് ന ഡൂബ്താ ഹോ. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണമല്ല, സൂര്യൻ അസ്തമിക്കാത്ത സമയമാണെങ്കിൽ പോലും സൽത്തനത്ത് എന്നുള്ള ചക്രവർത്തിമാർ ലേക്കിൻ ഉസ് സൽത്തനത്ത് കെ ചോട്ടെ ബാദ്ഷാക്കോബി, ആ സൽത്തനത്തിൽ ആ ചക്രവർത്തിയുടെ ചെറിയ ബാദ്ഷാക്ക് രാജാക്കന്മാർ പോലും ഗാന്ധിജിക്ക് സെക്രട്ടറിക്ക് സമാൻ കുശൻവീഷ് സുന്ദർ അക്ഷർ ലിഖ്നേവാല ലേഖക്, അതാണ് അതിൻ്റെ മീനിങ്. അതായത് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല കയ്യക്ഷരത്തിൽ എഴുതുന്ന വ്യക്തി കഹാ മിൽത്താത. അങ്ങനെ ഗാന്ധിജിയുടെ സെക്രട്ടറിയെ പോലെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന ഒരു വ്യക്തിക്ക് എവിടെ കിട്ടുമെന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു. എവിടെ? വൈസ്രോയി വരെയും ചിന്തിച്ചിരുന്നു. ബഡേ ബഡേ സിവിലിയൻ അവർ ഗവർണർ കഹാ കർത്തേതെ, വലിയ സിവിലിയന്മാരും അതുപോലെ തന്നെ ഗവർണറും എന്താ പറഞ്ഞിരുന്നത്? സാരി ബ്രിട്ടീഷ് സർവീസോമേ, എല്ലാ ബ്രിട്ടീഷ് സർവീസിലും മഹാദേവ്ക്ക് സമാൻ, മഹാദേവനെ പോലെ അക്ഷർ ലിഖ്നെ വാല കഹി ഗോജനെ പർ ബി മിൽത്താ നഹി, അത്ര നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന ഒരു വ്യക്തിയെ എവിടെ നോക്കിയാലും കാണപ്പെടില്ല എന്ന്. പഠനേവാലോക്കോ മന്ത്രമുക്ത് കർണേവാല ശുദ്ധർ ഓർ സുന്ദർ ലഗൻ. പഠനേവാലോ, അത് എഴുതുന്ന ആൾക്കാരുടെ മനസ്സ് എന്താണ്? ശുദ്ധീകരിക്കുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്ന അത്രയ്ക്കും നല്ല വലിയ ഹാൻഡ് റൈറ്റിംഗ് ആയ ഒരു വ്യക്തി എന്നാണ് എന്താണ് എല്ലാവരും പറഞ്ഞിരുന്നത്. महादेव के हाथों के लिखे गए लेख, टिप्पणियाँ, पत्र, गांधी जी के व्याख्यान, प्रार्थना, प्रवचन, मुलाकातें, वार्तालापों पर लिखी गई टिप्पणियाँ, सब कुछ फुलस्केप के 14 आकार वाली मोटी अभ्यास पुस्तकों में लंबी लिखावट के साथ झटकी सी गति से लिखा जाता था. वे ഷോർട്ട് ഹാൻഡ് ജാനത്തെ നഹീതെ. അപ്പോൾ മഹാദേവ്ക്ക് ഹാത്തോം കെ ലിഖേ ഗയേ ലേഖ്, മഹാദേവൻ്റെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകൾ, വ്യാഖ്യാൻ, ലിറ്ററേച്ചറുകൾ, പിന്നെ പ്രാർത്ഥന, പ്രയേഴ്സ്, പിന്നെന്താണ് മുലാഖാത്തെ, മീറ്റിംഗ്സുകൾ, വാർത്താലാപം പൊല്ലിക്കുക, ടിപ്പണിയ, വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള നോട്ട്സുകൾ, എല്ലാം എന്ത് ചെയ്യും? ഫുൾ സ്കേപ്പ്, അതായത് ഫുൾ സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചൗദായി, അതായത് നാലിലൊരു പങ്ക് എന്താണ്? ചൗദായി അഖാരവാലി മോട്ടി അഭ്യാസ് പുസ്തകമേ, ഒരു വലിയ എന്താണ് മോട്ടി പുസ്തകമേ ലംബി ലിഖാവട്ട് കെ സാത്ത് ജെറ്റിക്കി സി ഗതി സെ ലിഖാ ജാത്ത. അതാണ് ഇതെല്ലാം ഒരു നോട്ട്ബുക്കിൽ, വലിയ ഒരു നോട്ട്ബുക്കിൽ
പറയുന്ന പോലെ തന്നെ എഴുതുന്നത്. അത് എത്ര സ്പീഡിൽ, ജെറ്റ് പോലെ, ജെറ്റ് എങ്ങനെയാണോ പോകുന്നത് അതേ സ്പീഡിലാണ് ഈ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. കൈകൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്, പറയുന്നത് അനുസരിച്ച് ജെറ്റിൻ്റെ സ്പീഡിൽ. അത് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്യില്ല, അന്ന് അതുപോലെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പറയണത്. ഇതെല്ലാം അദ്ദേഹം കൈകൊണ്ട് എഴുതിയിരുന്നതാണ്. ബഡേ ബഡേ ദേശി വിദേശി രാജപുരുഷ രാജനീതിജ്ഞ, അതായത് വലിയ വലിയ ദേശത്തിൻ്റെയും വിദേശത്തിൻ്റെയും രാജപുരുഷ്, എന്താണ് രാജാവിൻ്റെ രാജാക്കന്മാർ, അതുപോലെ തന്നെ രാജനീതിജ്ഞ, പൊളിറ്റീഷ്യൻസ്, ദേശ വിദേശ കെ അഗ്രഗണ്യ സമാചാർ പത്രോं के പ്രതിനിധി, ദേശത്തിൻ്റെയും വിദേശത്തിൻ്റെയും അഗ്രഗണ്യരായ ന്യൂസ് പേപ്പറിൻ്റെ പ്രതിനിധികൾ, അന്താരാഷ്ട്രീയ സംഘടനോं के സഞ്ചാലക്, അതുപോലെ അന്താരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡയറക്ടേഴ്സ്, പിന്നെ എന്താണ് പാത്തരി എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാർ, ഗ്രന്ഥകാർ, പിന്നെ ആദ്യ ഗാന്ധിജി സെ മിൽനെ കെ ലിയെ ആത്തെ थे. ഇവരെല്ലാവരും എന്താണ് ഗാന്ധിജിയെ കാണാൻ വരുമായിരുന്നു. യെ ലോഗ് ഖുദ് യാ ഇൻകെ സാത്തി സംഗി ബി, ഇവർ ഒന്നില്ലെങ്കിൽ ഇവർ തന്നെയോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ വരുന്ന സംഗി എന്ന് പറഞ്ഞാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന കൂടെ വരുന്ന ആൾക്കാർ. ഗാന്ധിജിക്ക് സാത്ത് ബാത്ചീത് കോ, ഗാന്ധിജിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്ട് ഹാൻഡ് മേ ലിഖാ കർത്തേ थे. അവർ ഗാന്ധിജി പറയുന്നതെല്ലാം ഷോർട്ട് ഹാൻഡായിട്ട് എഴുതിയെടുക്കും. മഹാദേവ് ഏക്ക് കോനമേ ബൈഠേ ബൈഠേ, മഹാദേവൻ എന്ത് ചെയ്യും, ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് അപ്പനി ലംബി ലിഖാവട്ട് മേ സാരി ചർച്ചാക്കോ, തൻ്റെ ആ വലിയ ലംബി ലിഖാവട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിങ്ങിൽ കൈകൊണ്ട് സാരി ചർച്ചാക്കോ ലിഖ്തേ രഹത്തെ थे. അദ്ദേഹം ഈ ചർച്ചകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കും. മുലാഖാത്ത് കെ ലിയെ ആയേ ഹുയെ ലോഗ് അപ്പനി മുക്കാം പർ ജാക്കർ സാരി ബാത്ചീത് കോ ടൈപ്പ് കർക്കെ, അവരെന്ത് ചെയ്യും, തിരിച്ചു പോയിട്ട് ഈ ഷോർട്ട് ഹാൻഡായിട്ട് എഴുതിയിരുന്നത് അവർ ടൈപ്പ് ചെയ്യും. ജബ് ഉസെ ഗാന്ധിജി കെ പാസ് ഓക്കെ കർവാനെ കെ ലിയെ, ഇനി തിരിച്ചവർ ഗാന്ധിജിയുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആക്കാനല്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടോ, തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തോ ഭലേ ഹി ഉന്മേ കുച്ച് ഭൂലേ യാ കമിയാം, അതിൽ ചിലപ്പോഴൊക്കെ ചിലത് വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടാവാം. മിൽ ജായെ, കാണുകയാണെങ്കിൽ. ലേക്കിൻ മഹാദേവ് കി ഡയറി മേ, പക്ഷേ മഹാദേവൻ്റെ ഡയറിയിൽ യാ നോട്ട് അല്ലെങ്കിൽ നോട്ടിൽ ബഹീമേ മച്ചാൽ ഹേ കി കോമ മാതൃക്കി ബി ഭൂൽ മിൽ ജായെ, പക്ഷേ കൈകൊണ്ട് എഴുതിയിരുന്ന പറയുന്നത് കേട്ട് സ്പീഡിൽ കൈകൊണ്ട് എഴുതിയിരുന്ന മഹാദേവൻ്റെ ആ ഡയറിയിൽ ഒരു കൊത്തും കോമയ്ക്കും പോലും വ്യത്യാസം ഉണ്ടാകില്ലായിരുന്നു. അത്രയ്ക്കും കറക്റ്റായിട്ട് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ടാവും. ഗാന്ധിജി ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലത് വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ പക്ഷേ മഹാദേവൻ്റെ ഡയറിയിൽ എന്താണ് ഒരു തരത്തിലുള്ള ഒരു കുറവും കാണാൻ കഴിയില്ല, കോമ പോലും വിട്ടുപോയിട്ടുണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഗാന്ധിജി कहते महादेव के लिखे नोट के साथ दौड़ा मिलान कर लेना दाना और लोग दांतों अंगुली दबाकर रह जाते. ഗാന്ധിജി എന്താ പറയുന്നത്, മഹാദേവിയുടെ ഡയറിയുമായി താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കാൻ പറയും. ഡോഗ് എന്താണ്, ആൾക്കാർ ഇത് കണ്ടിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആശ്ചര്യത്തോടെ നിന്ന് പോകുന്നു. लुई फिशर और गुंदर के समान धुरंधर लेखक अपनी टिप्पणियों का मिलान महादेव की टिप्पणियों के साथ करके उन्हें सुधारे बिना गांधी के पास ले जाने में हिचकिचाते थे. അപ്പോൾ ലൂയി ഫിഷറും ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, ഫേമസ് ലിറ്ററേച്ചർ. ഗുന്തർക്ക് എന്താണ്, ഇവരുടെ ദുരന്തർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റായ ലേഖകർ അവരുടെ നോട്ട്സും മഹാദേവിൻ്റെ നോട്ട്സുമായി താരതമ്യം ചെയ്ത് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താതെ ഗാന്ധിജിയുടെ അടുത്ത് കൊണ്ടുപോകാൻ അവർക്ക് മടിയായിരുന്നു. അവരൊക്കെ ഭയങ്കര ലിറ്ററേച്ചർ, ഫേമസ് ആയ ലിറ്ററേച്ചർ ആണെങ്കിൽ പോലും എന്താണ് എഴുതി കഴിഞ്ഞാൽ മഹാദേവിൻ്റെ ലിറ്ററേച്ചറുമായി കമ്പയർ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളായിരുന്നു. साहित्य पुस्तकों की तरह ही महादेव वर्तमान राजनीतिक प्रवाहों और घटनाओं से संबंधित अगदन
जानकारी वाली पुस्तकें भी पढ़ते रहते थे. അപ്പോൾ ലിറ്ററേച്ചറും അതുപോലെ സാഹിത്യ പുസ്തകങ്ങളോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ്, രാജനീതിക് പ്രവാഹം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്സിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുമായിരുന്നു. हिंदुस्तान से संबंधित देश विदेश की ताज़ी से ताज़ी राजनीतिक गतिविधियों और चर्चाओं की नई से नई जानकारी उनके पास मिल सकती थी. അതായത് ഹിന്ദുസ്ഥാൻ സംബന്ധിച്ചിട്ടുള്ള ദേശത്തിൻ്റെയും വിദേശത്തിൻ്റെയും താസി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള അപ്പോഴുള്ള ന്യൂസുകൾ, താസി ന്യൂസുകൾ, ഘടനാവോ അല്ലെങ്കിൽ ഘടനകൾ, സംഭവങ്ങൾ, അതുപോലെ തന്നെ അഗതൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ജാൻകാരി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളും അദ്ദേഹം പഠിച്ചിരുന്നു. ഹിന്ദുസ്ഥാൻ സെ സംബന്ധിത് ദേശ് വിദേശ് की ताज़ी से ताज़ी राजनीतिक गतिविधियों और चर्चाओं की नई से नई जानकारी उनके पास मिल सकती थी. सभाओं में, कमेटियों की बैठकों में या दौड़ती रेलगाड़ियों के ടിബ്ബെ മേ ഊപ്പർ കി ബർത്ത് പർ ബഡ്കർ, അതായത് സഭയിലാണെങ്കിലും അതുപോലെ തന്നെ കമ്മിറ്റിയോങ്കി ബൈഠകോമേ, കമ്മിറ്റിയിൽ ചില കമ്മിറ്റി മീറ്റിങ്സുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ദൗട്ടി റെയിൽഗാഡിയോങ്കി ടിബ്ബെ, ഓടിക്കൊണ്ടിരിക്കുന്ന റെയിൽവേയുടെ ടിബ്ബെ ഊപ്പർ കി ബർത്ത് പർ, ആ കമ്പാർട്ട്മെൻറ്റിൽ ഊപ്പറിൽ മുകളിലുള്ള ബർത്തിൽ ഇരിക്കുമ്പോഴും टूस कर भरे अपने बड़े बड़े चोलों में रखे तासे से तासे समाचार पत्र, मासिक पत्र और पुस्तकें वे पढ़ते रहते. അദ്ദേഹം എന്ത് ചെയ്യും, ഈ ടൂസ് എന്ന് പറഞ്ഞാൽ കുത്തി നിറച്ച തൻ്റെ ആ തുണിസഞ്ചി വലിയ ബാഗിൽ വെച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ, മാഗസിൻസ്, പിന്നെ യങ് ഇന്ത്യ, പിന്നെ നവജീവൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ലേഖ ലിഖ്തെ രഹത്തെ എഴുതുമായിരുന്നു. ലഗാതാർ ചലനേവാലി യാത്രാവും, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രകൾ, ഹർ സ്റ്റേഷൻ പർ ദർശനം കെ ലിയെ ഇക്കട്ടാ ഹുയി ജനതാ കെ വിശാൽ സമുദായം, എല്ലാ സ്റ്റേഷനിലും അദ്ദേഹത്തെ കാണാനായിട്ട് ഇക്കട്ടാ ഹുയെ, അതായത് കൂട്ടം കൂടിയിരിക്കുന്ന വിശാലമായ സമുദായങ്ങൾ, സഭകൾ, മുലാഖാത്ത് മീറ്റിംഗ്സുകൾ, ബൈഠകവും ചർച്ചകൾ, ബാത്ചീത്തുകൾ, സംസാരങ്ങൾ, ബീച്ച് സ്വയം കബ് കാത്തെ, ഇതിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം കബ് കാത്തെ, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, കബ് നഹാത്തെ, എപ്പോഴാണ് കുളിക്കുന്നത്, കബ് സോയെ, എപ്പോഴാണ് ഉറങ്ങുന്നത്, യാ കബ് അപ്നി ഹസാരെ രഫ കർത്തെ എന്ന് പറഞ്ഞാൽ ഡെയിലി റൂട്ടീൻസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുളിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ കിസിക്കോ ഇസ്ക കൊയ് പത്താ നഹി ചൽപ്പാത്ത, ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അദ്ദേഹം എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എപ്പോഴാണ് കുളിക്കുന്നത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, പ്രാഥമിക കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ന്. एक घंटे में 4 घंटों के काम निपटा देते. അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും. काम में रात और दिन के बीच कोई फर्क शायद ही कमी रहता हो. ജോലി ചെയ്യുന്ന സമയത്ത് രാത്രിയും പകലും തമ്മിലുള്ള ആ ഇടവേളകൾ വളരെ കുറച്ചായിരിക്കും. വേ സൂദ് ബി ബേസ് സുന്ദർ കാത്തതേതെ, അതായത് സൂതെന്ന് പറഞ്ഞാൽ സ്പിന്നിങ്, നമ്മൾ തുണി സ്പിൻ ചെയ്യൂലേ, ക്ലോത്തുകൾ സ്പിൻ ചെയ്യൂല, അത് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തിരുന്നു. അപ്പം ഇത്തിനി സാരി വ്യവസ്ഥാവോം കെ ബീച്ച് ബി വേ ഖാദന കബി ചൂക്തെ നഹീദെ, അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും സ്പിന്നിങ് ചെയ്യാനുള്ള സമയം അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. ബീഹാർ അവർ ഉത്തർപ്രദേശ് കെ ഹസാരോ മീൽ ലംബെ മൈതാൻ ഗംഗ, ബീഹാറിലെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെയും ആയിരക്കണക്കിന് നീളമുള്ള ആ മൈതാനങ്ങൾ, ബീഹാർ തൊട്ട് ഗംഗ വരെയുള്ളത്, അതിനടുത്തുള്ള പിന്നെന്താണ് യമുനാർ ദൂസരി നദിയും, യമുനയും അതിൻ്റെ മറ്റു നദികളും, പരമുപകാരി മറ്റു ഉപകാരപ്രദമായ മറ്റു നദികളും,
സോനയ്ക്ക് കീമത്ത് വാലെ ഗാദ് കെ ബനെ ഹെ. സോനയ്ക്ക് ഗാദ് എന്ന് പറഞ്ഞാൽ കീച്ചിട്ട് ചെളി നിറഞ്ഞതായിരുന്നു അന്ന്. ആപ്പ് 100 कोस चल लीजिए, रास्ते में सुपारी फोड़ने का लायक एक पत्थर भी कहीं मिलेगा नहीं. താങ്കൾ 100 കോസ് ദൂരം നടന്നാൽ പോലും സുപ്പാരി എന്ന് പറഞ്ഞാൽ അടയ്ക്ക പൊട്ടിക്കാനുള്ള ഒരു കല്ല് പോലും കിട്ടില്ല എന്ന കാര്യം, അത്രയധികം ചെളി നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. ഇസി തരം അത് ഒരു എക്സാമ്പിളായിട്ട് പറയണേ കേട്ടോ. മഹാദേവ് എത്രത്തോളം കഴിവുള്ള വ്യക്തിയായിരുന്നു എന്ന് ഉദ്ദേശിക്കാനായിട്ടാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത്. ഇസി തര മഹാദേവ് കെ സമ്പർക്കമേ ആനെ വാലി കിസി കോബി. അപ്പോൾ എന്താണ്, ബീഹാർ തൊട്ട് ഉത്തർപ്രദേശ് വരെയും എന്താണ്, ഹസാരോ മീൽ ലംബെ മൈതാൻ ഗംഗ, ആയിരക്കണക്കിന് മീൽ ദൂരത്തിൽ നീളത്തിൽ കിടക്കുന്ന ആ മൈതാനമായ ഗംഗ, പിന്നെ യമുന, പിന്നെ അതിനോട് ചേർന്നുള്ള മറ്റു നദികൾ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഇസി തര മഹാദേവയ്ക്ക് സമ്പർക്കം, ഇതുപോലെ തന്നെയാണ് മഹാദേവനായിട്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന കിസി കോബി ആർക്കും തന്നെ എന്താണ്, ടേസിയ ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ബാത്തോ ദൂർ രഹി, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളെ അവിടെ വരുന്നില്ല. ഗുർദരി മിട്ടിയ കങ്കരിബി കബി ചുപ്തി നഹി. ഗുർഗരി എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞ അല്ലെങ്കിൽ കരകരായിട്ടുള്ള മണ്ണ്, ചെറിയ കാലിൽ കുത്തുന്ന മണ്ണ്, അതുവരെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. ഉൻകി നിർമ്മൽ പ്രതിഭ ഉസ്കെ സമ്പർക്കമേ ആനെ വാലെ വ്യക്തിക്കോ ചന്ദ്ര ശുക്ര ബി പ്രഭാ കെ സാത്ത് ദൂതോ നഹല ദേത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നിർമ്മലമായ അതായത് അദ്ദേഹത്തിൻ്റെ അത്ര നല്ല വ്യക്തിത്വം കൊണ്ട് ആ വ്യക്തിത്വത്തോട് ഇടപെടുന്ന മറ്റുള്ള വ്യക്തികളും എങ്ങനെയാണ്, ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും പോലെ തിളങ്ങുന്നതായിത്തീരും. എന്നിട്ട് എന്താണ്, ദൂതോ നഹലാദേത്തിയത്, പാലിൽ കുളിപ്പിക്കുന്ന പോലെ. ഉസ്മേ സരാബോർ ഹോനെ വാലേ കെ മൻസെ ഉസ്കി ഇസ് മോഹിനി കാ നശ് കൈ ദിൻ തക് ഉതർത്താ നഹി. അപ്പം ആ പാലിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ചന്ദ്രനെ പോലെ ശുക്രൻ്റെയും പ്രഭ പോലെ പാലിൽ കുളിച്ചു വരുന്നവർ അദ്ദേഹത്തിൻ്റെ ആ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം മഹാദേവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം ഇവരിലേക്കും പകരുകയും കുറച്ച് ദിവസത്തേക്ക് അത് അവരിൽ നിന്നും മാറുകയില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. महादेव का समूचा जीवन और उनके सारे कामकाज गांधी जी के साथ एक रूप होकर इस तरह गूंद गए थे कि गांधी जी से अलग करके अकेले उनकी कोई कल्पना की ही नहीं जा सकती थी. അപ്പോൾ മഹാദേവൻ്റെ മുഴുവൻ ജീവൻ ആരുടെ കൂടെയായിരുന്നു, ഗാന്ധിജിയുടെ കൂടെയായിരുന്നു. എല്ലാ ജോലികളും ഗാന്ധിജിയുടെ ഒപ്പം, ഫുൾ ടൈം ഗാന്ധിജിയുടെ കൂടെയായിരുന്നു. ഗാന്ധിജിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മഹാദേവനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത്രക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. कामकाजी की अनवरत व्यवस्थाओं के बीच कोई कल्पना ना कर सके, इस तरह समय निकालकर लिखी गई दिन प्रतिदिन की उनकी डायरी के वे अनगिनत अभ्यास पुस्तकें आज भी मौजूद है. അൻഗിനസ് പുസ്തകം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റാത്ത പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആര്? ഈ മഹാദേവ്. പ്രതിദിൻ കുൻകി ഡയറിയിൽ എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ അത് അദ്ദേഹം പുസ്തകമാക്കിയിട്ടുള്ളതും അൻഗിനത്താണ്, എണ്ണപ്പെടാത്തത്രം ഇന്നും മോജൂദ് ഹെ. प्रथम श्रेणी की शिष्ट संस्कार संपन्न भाषा और मनोहारी लेखन शैली की ईश्वरीय देन महादेव की मिली थी. प्रथम श्रेणी की शिष्ट എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ സംസ്കാര സമ്പന്ന ഭാഷ, നല്ല സംസ്കാര സമ്പന്നമായ ഭാഷ, അവർ മനോഹാരി ലേഖൻ ശൈലി, നന്നായിട്ട് എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ കൊടുത്ത കഴിവ്, ഇതെല്ലാം അദ്ദേഹത്തിന് കൂടിച്ചേർന്ന വ്യക്തിത്വമായിരുന്നു എന്ന്. യദ്യപി गांधी के पास पहुंचने के बाद घमासान लड़ाइयों आंदोलनों और समाचार पत्रों की चर्चाओं के भीड़ भरे प्रसंगों के बीच
केवल साहित्यिक गतिविधियों के लिए उन्हें अभी समय नहीं मिला, फिर भी गांधी जी की आत्मकथा सत्य के प्रयोग का अंग्रेजी अनुवाद उन्होंने किया. അതായത് ഗമാസാൻ ലഡായി എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റിങ്ങും പിന്നെ വിപ്ലവങ്ങളും സമാചാർ പത്രങ്ങളുടെ ചർച്ചകൾ, വീട് വരെ പ്രസംഗ, തിരക്കോടുള്ള പ്രസംഗങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയിലും സാഹിത്യത്തിൻ്റെ ഗതിവിധികളും പിന്നെന്താണ് അതൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് അധികം സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഇടയിൽ അദ്ദേഹം ഗാന്ധിജിയുടെ ആത്മകഥ സത്യക്ക് പ്രയോഗ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. जो नवजीवन में प्रकाशित होने वाले मूल गुजराती की तरह, നവജീവനിൽ പബ്ലിഷ് ചെയ്ത മൂല ഗുജറാത്തി की तरह ഹർ ഹഫ്തെ എല്ലാ ആഴ്ചയിലും യങ് ഇന്ത്യയിൽ ചപ്തെ രഹ, യങ് ഇന്ത്യയിൽ അടിച്ചു വന്നു. ബാദമേ പുസ്തക രൂപമേ, പിന്നെന്താണ് പുസ്തകത്തിൻ്റെ രൂപത്തിൽ അൻകിന സംസ്കരൻ, പിന്നീട് ഒരു പുസ്തകമായിട്ട് എണ്ണപ്പറ്റാത്തത്ര സംസ്കരൻ സാരി ദുനിയാക്കെ അപ്പോൾ സംസ്കരൺ സാരി ദുനിയാക്കെ ദേശമേ പ്രകാശിത് ഹുയർ ബിക്കെ, അതായത് അതിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ അടിക്കുകയും ലോകത്തിൽ മുഴുവനും അത് വിൽക്കുകയും ചെയ്തു. सन 1934-35 में अंग्रेजी वर्धा के महिला आश्रम में और मगनवाड़ी में रहने के बाद अचानक मगनवाड़ी से चलकर सेगांव की सरहद पर एक पेड़ के नीचे जा बैठे. 1934-35 വരെ ഗാന്ധിജി വർദ്ധയ്ക്ക് മഹിളാക്ക് ആശ്രമം, വർദ്ധയിലുള്ള മഹിളാ ആശ്രമത്തിൽ നിന്നും മകൻവാടിമേ രഹനേക്കെ ബാദ്, അവിടെ നിന്ന് പിന്നെ മകൻവാടിയിലേക്ക് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ മകൻവാടിയിൽ നിന്നും സേഗാവിൽ വന്നിട്ട് സർഹദ് പർ സർഹദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മരത്തിൻ്റെ താഴെ വന്നിരിക്കാൻ തുടങ്ങി ഗാന്ധിജി. ഉസ്കെ ബാദ് വഹാമേക്ക് ദോ ചോപ്പടെ ബനെ, അവിടെ 2 കുടിലുകൾ ഉണ്ടാക്കി. പിന്നെ और फिर धीरे धीरे मकान बनकर तैयार हुए, പിന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. तब तक महादेव भाई दुर्गा बहन और ചിരഞ്ജീവി നാരായൺ കെ സാത്ത് മകൻവാടി മേ രഹെ. ആ സമയത്തൊക്കെ മഹാദേവ് എന്ത് ചെയ്തു, ചിരഞ്ജീവി നാരായണൻ്റെ കൂടെ മകൻവാടിയിലാണ് താമസിച്ചിരുന്നത്. വഹീസെ വേ വർദ്ധയ്ക്ക് അസഹ്യ ഗർമിമേ, അവിടെ നിന്നും അദ്ദേഹം ഈ വർദ്ധയിലുള്ള അസഹ്യമായ ചൂടിൽ സുബ പൈതൽ ചൽക്കർ, രാവിലെ ഇത്രയധികം ചൂടിൽ കാൽനടയായിട്ട് സേവാഗ്രാം പൗഞ്ച് ചെയ്ത് സേവഗ്രാമിലേക്ക് വരും. വഹാം ദിൻഭർ കാം കർക്കെ, അവിടെ ദിവസം മുഴുവനും ജോലി ചെയ്തിട്ട് ശാംകോ വാപ്പസ് പൈതലാത്തേത്, തിരിച്ച് കാൽനടയായിട്ട് തിരിച്ചു പോകും. ജാത്തെ ആത്തെ പൂരെ 11 മീൽ ചലത്തേത്, വരികയും പോവുകയും രണ്ടും കൂടി 11 കിലോമീറ്ററാണ് അദ്ദേഹം മീൽ ദൂരമാണ് സഞ്ചരിച്ചിരുന്നത്. റോസ് കയ്യവ് സിൽസില ലംബേ സമയത്ത് ചല. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള 11 മൈൽ ദൂരം ഇങ്ങനെ നടക്കുന്നത് കുറേ നാളത്തേക്ക് ഇങ്ങനെ തുടർന്നു. കുൽമിലാക്കർ ഇസ്ക ജോ പ്രതികൂൽ പ്രഭാവപ്പെടാം. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ലാസ്റ്റ് എന്താ സംഭവിച്ചത്, ഉനക്ക് അകാല മൃത്യുക്ക് കാരണമേ വഹ്യേക്ക് കാരണം മാനാ ജാ സക്താ ഹൈ. ഈ നടപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നു. ഇസ് മൗത്ത് കാ ഗാവ് ഗാന്ധിജി കെ ദിൽ മേ ഉൻകെ ജീത്തെ ജി ബനാ ഹി രഹ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണം ഗാവ്, ആ മുറിവ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. വേ ഭർത്തഹരി കെ ഭജൻ കി യ പങ്ക്തി ഹമേശ ദോഹരാത്തെ രഹെ. ഭർത്തഹരിയുടെ ഭജൻ്റെ വരികൾ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഏറെ ജഗ്മൗ ജോഗെ നഹി ജശേ യഹ് ഗാവ് കബി യോഗ സെ ബരേഗ നഹി, അതായത് ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്നർത്ഥം. ബാദ് കെ സാലോമേ പ്യാരെ ലാൽജി സെ കുച്ച് ഖാന ഹോത്ത, അതായത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി വന്നത് പ്യാരെ ലാലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനായിട്ട് ഗാന്ധിജി ആഗ്രഹിക്കുമ്പോൾ
और गांधी जी उनको बुलाते तो ഗാന്ധിജി അദ്ദേഹത്തെ വിളിക്കുമ്പോഴൊക്കെ ഉസ് സമയ ബി അനായാസ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഉനക്കെ മൂസെ വായിൽ നിന്നും പെട്ടെന്ന് വരുന്ന എന്താണ് മഹാദേവ് ഹി നിക്കൽത്ത മഹാദേവ് എന്നാണ് പെട്ടെന്ന് വായിൽ വന്നിരുന്നത്. കാര്യം അത്രയധികം ആഴത്തിലൊരു ബന്ധമുണ്ടായിരുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന്